ഹായ്, അസ്സലാമു അലൈക്കും. സുഖമല്ലേ എല്ലാവർക്കും? പിന്നെ ആ പിന്നെ നമുക്കിന്നൊരു കഥ പറഞ്ഞു തുടങ്ങാം കേട്ടോ. കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുക്കുവൻ്റെ കഥയാണ്. ഒരു മുക്കുവൻ, അതായത് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ഇയാളെന്താക്കി, കടലിൽ വലയെറിയാൻ പോയി. അപ്പോൾ അധികം അയാൾക്ക് കുറച്ച് മീനല്ലേ കിട്ടുമല്ലോ, അതുകൊണ്ട് പോയി വിറ്റിട്ട് കിട്ടുന്ന പൈസക്കാണ് അവരെ മക്കളെയും ഭാര്യനെയെല്ലാം പോറ്റിയിരുന്നത്. അപ്പോൾ ഒരു ദിവസം പോകുമ്പോൾ അയാൾക്ക് എന്ത് കിട്ടിയിട്ടില്ല, മീനൊന്നും കിട്ടിയിട്ടില്ല. അതിന് പകരം ഒരു കല്ല് മാത്രം കിട്ടി. കല്ല് കാണാൻ സാധാരണ നമ്മൾ റോട്ടുമേന്ന് കാണുന്ന കല്ലൊന്നുമല്ല, നല്ല അടിപൊളി നല്ല തിളക്കൂല കല്ലാണ് കിട്ടിയത്. അപ്പോൾ മുക്കുവൻ വിചാരിച്ചു ഇതിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലേ, ഇത് വില കൊടുത്തിട്ട് ആരെങ്കിലും വാങ്ങുമെങ്കിൽ എനിക്ക് കുറച്ച് പൈസ കിട്ടുമല്ലേ, അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഇയാൾ വിചാരിച്ച്. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തറിയോ, ആദ്യം കാണുന്ന ഷോപ്പിൽ പോയി. അതൊരു പച്ചക്കറി കടയായിരുന്നു. ആ ഷോപ്പിലേക്ക് പോയിട്ട് എന്താക്കി, ഈ കല്ലിന് എത്ര പൈസ തരും ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതിന് അങ്ങനെ പൈസ ഒന്നും തരുകയും ചെയ്യില്ല, ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ച് പച്ചക്കറികൾ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ മുക്കുവൻ വിചാരിച്ച് കുറച്ച് ഇത് കിട്ടിയിട്ട് എന്താക്കാനാ, ഭാര്യ മക്കളും എല്ലാം ഇല്ലല്ലേ, എല്ലാവർക്കും കൂടിയിട്ടൊന്നും കഴിക്കാനൊന്നും തേവില്ലാന്ന് വിചാരിച്ചിട്ട് എന്താക്കിയ മുക്കുവൻ പറഞ്ഞു, അത് വേണ്ട, ഞാൻ അടുത്ത ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ചു. അടുത്ത ഷോപ്പ് ഡ്രസ്സ് കടയാണ്. മൂപ്പരോട് കുറച്ച് പൈസ തരുമോ ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജോഡി ഡ്രസ്സ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, വിശന്ന് വയറ് ഒട്ടി നിൽക്കുന്ന ഭാര്യയ്ക്ക് ഒരു ജോഡി ഡ്രസ്സ് കൊടുത്തിട്ട് എന്താവാനാ, പറയും കുറച്ച് പൈസ എന്തെങ്കിലും തരുമോ, അതൊന്നും തരാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ മുക്കു പറഞ്ഞു ഓക്കെ എന്നാൽ. എന്നിട്ട് മൂപ്പര് എന്താക്കിയ നെക്സ്റ്റ് പോയത് സ്വർണ്ണക്കടയിലായിരുന്നു. സ്വർണ്ണക്കടയിൽ പോയിട്ട് ഈ കല്ല് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് തരുമോ ചോദിച്ചാൽ. അപ്പോൾ സ്വർണ്ണക്കടക്കാരൻ പറഞ്ഞു, ആൻറ്റിക്ക ഇത് സ്വർണ്ണം വിൽക്കുന്ന ഷോപ്പാണ്, ഇവിടെ ഇങ്ങനത്തെ കല്ലൊന്നും എടുക്കൂല, ഇത് കണ്ടിട്ട് കുറച്ച് നല്ല കല്ലായിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായിക്കോ അപ്പുറം കുറച്ച് കല്ല് വിൽക്കുന്ന കടയുണ്ട്, അതായത് മറ്റേ വീടെടുക്കുന്ന കല്ല് വിൽക്കുന്ന കടയല്ല, ഈ വജ്രങ്ങളും അങ്ങനത്തെ എല്ലാം വിൽക്കുന്ന കടയില്ലേ, ആ കടയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എന്താക്കി മൂപ്പർ പോയി അടുത്തേക്ക്. ആടെ പോയിട്ട് റബ്ബേ ആടെ പോയിട്ടുണ്ടല്ലേ ഈ കല്ല് കാണിച്ചു കൊടുത്ത്. അപ്പോൾ ആ വജ്ര ഷോപ്പിൻ്റെ ഉടമ നിന്നിട്ട് പറഞ്ഞ, റബ്ബേ ഞാൻ എത്ര കാലമായി നോക്കുന്ന കല്ല ഇത്, ഇതിന് എൻ്റെ ഷോപ്പിലെ മുഴുവൻ വജ്രങ്ങളും മുഴുവൻ സംഭവങ്ങളും എല്ലാം വിറ്റ് കഴിഞ്ഞാലും ഇതിൻ്റെ തുക തരാൻ പറ്റൂല, അത്രമാത്രം വില മതിക്കാനാവാത്ത കല്ലായതെന്ന്. മുക്കുവാൻ്റെ സന്തോഷമോ വല്ലാത്ത സന്തോഷം. മുക്കുവൻ പറഞ്ഞാൽ എനിക്ക് ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, എൻ്റെ മക്കളെ വിശപ്പടക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലോ, ഇങ്ങനെ ഉണ്ടായ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തേ, ഇങ്ങനെ തരാമെന്നല്ല പറഞ്ഞെന്നെല്ലാം പറഞ്ഞു കൊടുത്തേ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഈ കഥ പറഞ്ഞാൽ എന്താ അറിയോ, നമ്മളെ ലൈഫ് എങ്ങനെയാണ്, എന്താ നമ്മുടെ വില അറിയാത്ത ആൾക്കാരൊക്കെ നമ്മൾ എന്തായിരിക്കും നമ്മളെ വില പറയാൻ കൊടുക്കും. പലരും ഉണ്ടാവൂലേ, നമ്മളൊന്നിന് കൊള്ളൂല, ഇതിനെ കൊണ്ടെല്ലാം എന്ത് കാര്യം എന്നെല്ലാം പറയുന്നത്, അവർ പറയുന്ന എന്തെങ്കിലും കേട്ടിട്ട് എപ്പോഴും മൂലിക്കിരുന്ന് കരയുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവും. നമ്മൾ എല്ലാവർക്കും ഒന്നും നമ്മളെ വില മനസ്സിലാവില്ല. അപ്പോൾ എന്താക്കണം, നമ്മൾ വില അറിയുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മളൊരു കാലത്തെത്തും. അപ്പം നമ്മളെക്കുറിച്ച് അവർ മനസ്സിലാക്കും, അപ്പോൾ നമുക്കും എന്താവും മനസ്സിലാവും. അതുവരെ കാത്തിക്കും വേണ്ട, എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട്. അപ്പോൾ ഹാപ്പി ആയിരിക്കേ. ഓക്കെ, ബൈ.